ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങോട്ട് ഇവർക്ക് ഭയങ്കര നാണോ എൻ്റെ ചാനൽ വരാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മൾ കുഞ്ഞമ്മയുടെ വീട്ടിൽ ഇപ്പോൾ എല്ലാ കെട്ടും മണ്ണും ബാഗെടുത്ത് ചൈലീനർ പുറത്ത് വീണ് നടക്കുന്നത്. കാര്യമല്ല, എങ്ങനെ പോയി ഞാൻ കൊണ്ടുപോകണില്ല. എല്ലാവരെയും പാക്ക് ചെയ്ത് മീൻസ് ഇവരെയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചേക്കുക. ബാണ്ടക്കെട്ടൊക്കെ എടുത്തു. ആ ബാഗ് എടുത്തോ. ഇവൾ വരുന്നില്ല. സാധനം എവിടെപ്പോലും നമ്മൾ കൊണ്ടുപോകും. നമ്മളിവിടെ കാണും, പക്ഷേ എക്സാം ആയതുകൊണ്ട് കുട്ടിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടി വരുന്നില്ല. എന്ത് ചെയ്യാൻ, എക്സാം ഉണ്ടായിപ്പോയില്ല. എനിക്ക് ഉറപ്പായിട്ടും വന്നേനെ അല്ലേ. മിസ് ഇവിടെ 3 ആൾക്കാരോട് ടാറ്റ പറയാനുണ്ട്. ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാം. ഗായ്സ്, പോയിട്ട് വരാം ഗായ്സ്. ഇല്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. കാരണം നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആവശ്യമല്ലേ ഉള്ളൂ. ഓഫ് ആക്കിക്കോ ഗൈസ്. 2 ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. പക്ഷേ ഒരു ലോഡ് ഡ്രസ്സ് ഉണ്ട്. വലിയ ബ്ലോഗാണ്. ഇത്ര നേരം ഞാൻ എടുക്കുന്നു. ഓഫാക്കാൻ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഉണ്ണിക്കുട്ടനെ കണ്ട് വരുന്നെന്നൊക്കെ ചോദിച്ച് വരുന്നില്ലെന്നൊക്കെ പറയാം. ഒരു ടാറ്റ കാണിക്കാൻ പറഞ്ഞപ്പോൾ ടാറ്റയെ കാണിച്ചിട്ടുണ്ട്. ബൈ ഗൈസ് എന്നൊക്കെ പറയാൻ പറഞ്ഞു. പക്ഷേ നാണമായതുകൊണ്ട് കുഞ്ഞിനെ ഭയങ്കര നാണമായതുകൊണ്ട് കുഞ്ഞിനൊന്നും പറയത്തൊന്നുമില്ല. അപ്പോൾ ചേട്ടൻ വരുന്നില്ല കേട്ടോ. അവനപ്പോൾ ജോലി സ്ഥലത്ത് ഞാനും അമ്മയും അച്ഛനും അപ്പനും കൂടിയിട്ട് നമ്മുടെ ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം നമ്മളിതേ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് അമ്മ വീട്ടിലിരുന്ന് ഏത്തക്കയും പെറുക്കി കൊണ്ടുവന്നു. എനിക്ക് ഇടയ്ക്കിരുന്ന് വിശക്കെന്ന് പറഞ്ഞപ്പോൾ ആ ഏത്തക്ക എടുത്ത് അയച്ചോളാം. ഞാൻ പറഞ്ഞു എനിക്ക് വേണം. അങ്ങനെ അതേ ബാക്കിൽ നിന്ന് തപ്പിയെടുക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഒരുമാതിരി ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു. ഭയങ്കര സ്റ്റൈലിലൊക്കെ മുടിയൊക്കെ കെട്ടിക്കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു. പിന്നെ ആരും നോക്കാൻ, അതുകൊണ്ട് ഉച്ചയ്ക്ക് കെട്ടി വെച്ചു. പിന്നെ ഏകദേശം നമ്മളവിടെ എത്താറായിട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ പൈസയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് വല്ലോ ബിങ്കോയൊക്കെ മേടിച്ച് തിന്നുകൊണ്ട് പോകാമെന്നായിരുന്നു. പക്ഷേ എവിടെയും വണ്ടി നിർത്താൻ പറ്റില്ല. ഇപ്പോൾ ഫുൾ റോഡ് പണി ആയതുകൊണ്ട് ഒരു സൈഡിൽ നിർത്താൻ വേണ്ടി പറ്റത്തില്ല. എന്തെങ്കിലും പണിയായിരിക്കും, ഇല്ല കടയൊക്കെ കുറച്ചങ്ങ് ദൂരമായിരിക്കും. അതിൻ്റെ ആ പ്ലാൻ 3G പോയി. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ നല്ല മഴ കേട്ടോ. അവിടെയൊക്കെ നല്ല മഴ. കുറേ നാളെ മഴ ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ മഴ വരുന്ന ഒരു എനിക്കറിയത്തില്ല, അതെന്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മഴ പെയ്യുന്ന ആ ഒരു ടൈമും അപ്പോഴത്തെ ഒരു അന്തരീക്ഷമൊക്കെ. അതുകൊണ്ട് ഞാൻ കുറേ നേരം അങ്ങോട്ട് നോക്കിയിരുന്നു. പിന്നെ നല്ല പൂഴിയുടെ മണം ഉണ്ടായിരുന്നു. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ആ പൂഴിയുടെ മണം വരുമല്ലോ. പിന്നെ ഞാനും അമ്മയും കൂടെ നൊസ്റ്റു അടിക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ പണ്ട് അവർ വീട്ടിലൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ പൂഴിയുടെ മണം വരും എന്നൊക്കെ പറഞ്ഞ് നൊസ്റ്റാൾജി അടിച്ച് വരുമെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഏകദേശം നമ്മൾ എത്താറായി. ഇപ്പോൾ റോഡൊക്കെ ഭയങ്കര വർക്കൊക്കെ ആയതുകൊണ്ട് കുറേ സ്ഥലമൊന്നും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇന്നാൾ നമ്മൾ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റിയായിരുന്നു. പിന്നെ നമ്മൾ നൈസായിട്ട് അവിടെ എത്തി. എന്നിട്ട് നേരെ നമ്മൾ ഫസ്റ്റ് കടയിലേക്കാട്ടോ. നമ്മുടെ കുഞ്ഞമ്മയുടെ തന്നെ കടയാണത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. കുഞ്ഞമ്മയില്ല, കുഞ്ഞമ്മ ഹോസ്പിറ്റൽ നേഴ്സാണ്. അപ്പോൾ കുഞ്ഞമ്മ ഹോസ്പിറ്റലിൽ പോയിക്കായിരുന്നു. കൊച്ചച്ഛനുണ്ടായിരുന്നു കടയിൽ. ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കടയിലേക്ക് കയറിയിട്ട് വീട്ടിൽ പോയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വെച്ച് ഞാൻ ചെന്നപ്പോൾ തന്നെ തുളിച്ചവിടെ കയറിയിരുന്നു. വിശക്കുന്നും ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ കൊച്ചച്ഛൻ എനിക്കാണെങ്കിൽ നല്ല സർബത്ത് സെറ്റായി കൊണ്ടുവന്നു. എനിക്ക് സർബത്ത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ സെറ്റായി കൊണ്ടുവന്ന്. അപ്പം കസിൻസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവരെല്ലാവരും വീട്ടിലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഞാൻ ഇരുന്നിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ മാറ്റി വണ്ടി ഇവിടെ തന്നെ ഇട്ടിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇത്തിരി ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് അമ്പലത്തിൽ പരിപാടിയൊക്കെ കഴിയും. നമ്മൾ വീട് തൊട്ടടുത്തെങ്കിലും അങ്ങോട്ടൊക്കെ പോയി എല്ലാം സെറ്റാക്കി വരുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആവുന്നതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് പോയിട്ട് നമുക്ക് നേരെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്നൊരു മീറ്റ് റോൾ എടുത്ത് ഞാൻ കഴിച്ചായിരുന്നു. അങ്ങനെ അത് കഴിച്ചപ്പോഴത്തേക്കും കസിൻസൊക്കെ വന്നു. ഇനി നേരെ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. പിന്നെ മീറ്റ് റോൾ കഴിച്ചിട്ട് അമ്പലത്തിൽ പോകാൻ നമ്മൾ അകത്തൊന്നും കയറുന്നില്ല. പരിപാടിയൊക്കെ പുറത്ത്. അപ്പോൾ അങ്ങോട്ടേക്കേ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് വിളിച്ചാൽ പറഞ്ഞു നിൽക്ക് ഞാനൊന്ന് ഒരുങ്ങട്ടെ, കുറച്ച് ലിസ്റ്റിക്കൊക്കെ ഇട്ടിരുന്നു. മുടിയാണെങ്കിൽ കെട്ടിയിട്ട് ശരിയാകുന്നില്ല. എനിക്ക് ആകെ ഒരു ഹെയർ സ്റ്റൈലേ ഉള്ളൂ. പക്ഷേ അതാണ് കെട്ടുമ്പോൾ ശരിയാകത്തില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ, എനിക്കാണെങ്കിൽ ദേഷ്യം വരുമായിരുന്നു. ഈ മുടി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് പറയുമായിരുന്നു ഒന്ന് വെയിറ്റ് ചെയ്യും. പിന്നെ ഞാൻ ആര് കാണാനെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് ലിസ്റ്റിക്ക് കൂടെ ഇട്ടിട്ട് ഓടി. അതിനിടയ്ക്ക് അവക്കൂടെ ഞാൻ ഇത്തിരി ലിസ്റ്റിക്ക് ഇട്ട് കൊടുത്ത് വെറുതെ ഒരു വഴിക്ക് പോലെ ഇരിക്കട്ടെ എന്ന് വെച്ചപ്പോൾ എൻ്റെ അനിയത്തി ആട്ടോ. പിന്നെ അനിയനും ഉണ്ട്, പിന്നെ വേറൊരു കസിനും ഉണ്ട്, പിന്നെ അമ്മയും അച്ഛനും അപ്പനും കൊച്ചനും എല്ലാവരും ഉണ്ട്. പിന്നെ കുഞ്ഞമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് വന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞമ്മ വന്നേനെ. പിറ്റേ ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വ്ലോഗ് ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ, ഒരു 10 മിനിറ്റെങ്കിലും നടക്കാനുള്ളതുള്ളൊരു ഇടവഴി ആയിട്ട് നേരെ നമ്മൾ അമ്പലത്തിലേക്ക് വന്നു. ഇഷ്ടം പോലെ പരിപാടി ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ കുറേ പരിപാടി ഉണ്ടായിരുന്നു. മറ്റേ കാളായിട്ടായിരുന്നു മെയിനായിട്ട്. അതല്ലാണ്ട് കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ ചെന്നിട്ട് അതൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അമ്മയും അച്ഛനും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മൾ ചെന്നപ്പോൾ തന്നെ ജസ്റ്റ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. കറക്റ്റ് ടൈമിങ് ആയപ്പോൾ ചെന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പരിപാടി വന്നിട്ട് ഒന്നിന് പുറകെ ഇങ്ങനെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇവനോട് എന്തോ പൊട്ടക്കാര്യം പറഞ്ഞിട്ട് ഞാൻ അവിടെ എന്തോ ചളി പറഞ്ഞ് ചിരിക്കട്ടെ. അവനെന്നെ എന്തൊക്കെയോ പറയുകയാണ്. അതിനിടയ്ക്ക് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇനി യോയോ എന്നുള്ള സാധനം വേണം. അപ്പോൾ തന്നെ വന്നപ്പോൾ അപ്പൂപ്പനായിട്ട് പോയിട്ട് അത് മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ ഞങ്ങളെ കാണിക്കുമായിരുന്നു. പിന്നെ ഫുൾ പരിപാടി വന്നു. പിന്നെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ പരിപാടി ഉണ്ടായിരുന്നു.
കുറുക്കൻ്റെ കണ്ടപ്പോഴും കോഴിക്കൂട്ടിലാന്ന് പറയുന്ന പോലെ പരിപാടിക്ക് നിൽക്കുമ്പോഴും എൻ്റെ മൈൻഡ് ഫുൾ പാനിപ്പൂരിലായിരുന്നു. ഞാൻ വന്നപ്പോഴും ഇവനോട് തിരക്കായിരുന്നു ഇവിടെ പാനിപ്പൂരി ഉണ്ടെന്ന്. അപ്പോൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് മിഠായിയും ബിങ്കോ മേടിക്കാൻ കൊണ്ടുവന്ന പൈസ ഞാൻ അവൻ്റെ കൊടുത്തായിരുന്നു. ഞങ്ങൾ നേരെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി, സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒളിച്ച് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ വന്നപ്പോൾ എല്ലാവരും വന്നു. പിന്നെ നമ്മൾ ഈ ഒരു കടലേൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള സംഭവം ഉണ്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് അതും മേടിച്ചു, പാനിപ്പൂരിയും കഴിച്ചു. അപ്പോൾ ഒരെണ്ണം മേടിച്ച് നമ്മൾ എല്ലാവരും കൂടെ കഴിച്ചുകൊണ്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനെങ്കിൽ പറഞ്ഞാൽ എങ്കിൽ എല്ലാവർക്കും ഓരോ പ്ലേറ്റ് മേടിച്ച് തന്നിട്ട് അതും പോയിച്ചു. അതിനിടയ്ക്ക് ഇവൻ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു, അതിൽ നിന്ന് ഞാൻ കുറച്ച് മേടിച്ച് കഴിച്ചു. പിന്നെ അച്ഛൻ വന്നിട്ട് എല്ലാവർക്കും ഓരോ പ്ലേറ്റ് മേടിച്ചപ്പോൾ കുറച്ച് സമാധാനം, കാരണം അതിൽ 4 ഉണ്ടല്ലോ. ഇന്ന് എനിക്ക് പാനിപ്പൂരി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ള വിഷമം വേറെ ഒന്നുമില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അധികം ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരിത്തിരി കിഴങ്ങ് കാണാൻ വേണ്ടി അവിടെ ഇവിടെ വെച്ചിരുന്നു, അതിലെനിക്ക് ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ ഇച്ചിരി കിഴങ്ങ് വെച്ചതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു, കുറച്ചും കൂടെ ഫീലിങ്സ് ആവായിരുന്നു. പിന്നെയാണ് ഞാൻ പട്ടിഷ കാണിച്ച് വീഡിയോ എടുക്കായിരുന്നു. അവിടെ എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നെ നോക്കുന്നുണ്ട്. അതിന് നാണത്തിൽ അടിയെന്നൊക്കെ വെച്ചിട്ട് അവിടെ വണ്ടിയൊക്കെ വരുന്നു, ഇങ്ങോട്ട് നീങ്ങാൻ. ഞങ്ങൾ ആദ്യം കടയിൽ ചെല്ലാൻ വേണ്ടി ഓടുകയാണ്, അവരെ വെട്ടിച്ച്. എന്താണ് എൻ്റെ പേര്? യോയോ. ഒന്ന് കാണിച്ചത് ഇന്നത് സൂപ്പറായിട്ട് ചെയ്യാനറിയാം. ഇത് ഞാൻ പറഞ്ഞൊരു 2 മിനിറ്റത്തേക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, എൻ്റെ കണ്ണ് കിട്ടിയായിരുന്നു. ഇപ്പം അയ്യോ പറയുമ്പോഴേ ചെയ്യാൻ. ഇവിടെ ഒരു അണ്ടിയാപ്പീസുണ്ട്. ഒരു പ്രേതക്കഥയായിരുന്നു അത് ഒരു നാൾ. ഞാൻ ഇവിടെ നേരത്തേക്ക് നിൽക്കാൻ വരുമ്പം എനിക്ക് വളരെ പേടിയായിരുന്നു. അപ്പം പേടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് പേടിയില്ലാതില്ലായിരിക്കൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് നേരെ കടയിൽ വന്നിട്ട് പിന്നെ വന്നപ്പോൾ നമുക്ക് വിശപ്പും ദാഹവും ക്ഷീണവും ഒക്കെ വരുമല്ലോ. അങ്ങനെ കൊച്ചച്ഛൻ എനിക്കൊരു മുന്തിരി സോഡ അടിച്ചു തന്ന്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. നല്ല മുന്തിരിൻ്റെ ഫ്ലേവറൊക്കെ ഇട്ട് ചെറുതായിട്ടൊരു വൈൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് മുന്തിരി സോഡ സെറ്റാക്കുന്നതെന്ന്, ഭയങ്കര സിമ്പിളാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ റെസിപ്പിയൊക്കെ ഷെയർ ചെയ്തെല്ലാം നല്ലതുപോലെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഫുൾ ഫുഡ് കഴിക്കാൻ ചിന്തേണ്ട വായിൽ അത് മാത്രമായിരുന്നു. വേറെ വീട്ടിലേക്ക് പോയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഇങ്ങോട്ട് വരാൻ വേണ്ടി, അതൊരാളെ കാണാൻ വേണ്ടി. ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, എമിയാണ് കേട്ടോ. ഇവിടെ എത്ര നാൾക്ക് ശേഷം കണ്ടാലും എൻ്റെ പൊന്നെ എന്തൊരു സ്നേഹം. വരുമ്പോൾ തന്നെ നമ്മളെ ദേഹത്തേക്ക് ചാടി വീഴും. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ടൈം ഇവളോട് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവളെ. പക്ഷേ വീട്ടിലങ്ങനെ പട്ടീനെ മേടിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ മേടിച്ചതിന് ഇവർക്ക് കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തില്ലെങ്കിൽ ഞാൻ അതിന് ഉറപ്പായിട്ട് ഒരെണ്ണത്തിന് എടുത്തുകൊണ്ട് തന്നെ. പക്ഷേ വീട്ടിലാർക്കും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഇവിടെ വരുമ്പോഴേ എനിക്ക് ഇവളെ ഇങ്ങനെ കളിപ്പിക്കാൻ വേണ്ടി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഫുൾ ഞാൻ ഇവളുടെ അടുക്കായിരിക്കും. വരുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കര സ്നേഹിക്കും. കുറേ നാൾ കഴിഞ്ഞ് കാണുന്നതുകൊണ്ട് നമ്മൾ കൈ പിടിക്കുന്നു, കാലി പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, നക്കുന്നു, ഭയങ്കര സ്നേഹമായിരിക്കണം. അങ്ങനെ കുറേ നേരം പിന്നെ അവളുടെ അടുത്ത് ഇന്ന് സെറ്റായിട്ട് കളിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അകത്തോട്ട് കയറി. 2 ദിവസത്തേക്ക് വന്നെങ്കിലും കുറേ ബണ്ടൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിലെ ഡ്രസ്സ്, അമ്പലത്തിൽ പോകാൻ ഡ്രസ്സ്, ഇനി എങ്ങനെ എക്സ്ട്രാ ദിവസം അമ്പലത്തിൽ പോകാൻ വേണ്ടി വന്ന അതിന് ഉദ്ദേശിച്ചുള്ള ഡ്രസ്സ് 2 ദിവസത്തേക്ക് അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ നമ്മുടെ കസിനാട്ടോ. അപ്പോൾ അവൻ ഇന്ന് രാത്രി തന്നെ വീട്ടിൽ പോകണമെന്ന്. പക്ഷേ ഞങ്ങളാരും വിട്ടില്ല. ഇപ്പോൾ നൈറ്റ് അതിലേ പോകേണ്ടി നാളെ പോകുന്ന വെച്ചിട്ട് അവന് ശരിക്കും പറഞ്ഞാൽ നാളെ പോയിട്ട് വർക്കിന് പോകണം. അതുകൊണ്ടാണെങ്കിലും ഞങ്ങൾ സമ്മതിച്ചില്ല. പിന്നെ നമ്മൾ വേറെ നെറ്റ്ഫ്ലിക്സ് എടുത്തിട്ട് എന്തെങ്കിലും കാണാൻ ഓരോരോ മാറ്റി ഫസ്റ്റ് ലിയോ ഒക്കെ നമ്മൾ കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജുറാസിക് വേൾഡ് കാണാമെന്ന് വെച്ചിട്ട് അവസാനം അതിലെത്തിപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ അതും മാറ്റും. നമുക്ക് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും വേറെ എന്തിൻ്റെങ്കിലും ചിന്ത വരുന്നത്, എങ്കിൽ അത് കാണാമെന്ന് വെച്ചാൽ അത് മാറ്റും. അതിനിടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ ചോറും കപ്പയും ചിക്കനും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. വിശന്നിരുന്ന് വന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ 24 മണിക്കൂർ വിശപ്പ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ ആക്രാന്തി എടുത്ത് കുറേ കപ്പയൊക്കെ വാരി വെച്ച് കഴിച്ചു. വീട്ടിൽ കപ്പ വെച്ച് ഞാൻ അങ്ങനെ മൈൻഡ് പോലും ചെയ്യാത്ത. അവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തോ കപ്പ കഴിക്കാൻ കൊതിയൊന്നും കപ്പയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ വീണ്ടും എമ്മിടയ്ക്ക് വന്നു. അതുകൊണ്ട് നമ്മൾ എമ്മീ നിങ്ങളിലേക്കും ബോഡി വരും കേട്ടോ. രാത്രിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് തുറന്നു വിടും, ഗേറ്റ് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ എമ്മീന്ന് വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം ഞാൻ അവളോട് എന്തൊക്കെയോ ചോദിച്ചോണ്ടിരുന്നു. അവൾക്കല്ലോ മനസ്സിലായതൊന്നും എനിക്കറിയാൻ പാടില്ല. കുറേ നേരം ഞങ്ങളോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇവർ ഗാനമേളയുടെ കാര്യം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എനിക്ക് വന്നതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് കുറേ സമ്മതിച്ചില്ല, കൊണ്ടുപോയി. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞാൻ ഇന്ന വശത്ത് തന്നെ മണ്ടൻ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വെച്ചാൽ കാര്യം കാണിക്കാൻ എന്ത് കാണാൻ രാത്രി പരിപാടിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരു വിഷയമില്ലായിരുന്നു. ഞാനപ്പോൾ തന്നെ ആ ഡ്രസ്സ് വിട്ട് അങ്ങ് പോയി. എന്തായാലും പരിപാടിയൊക്കെ നൈസായിരുന്നു.
കുറേ നേരം നിന്ന് പരിപാടിയാണ്. ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു. ഫ്രണ്ടിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ കാലൊക്കെ കഴിച്ച് പിന്നെ ഒരു ഐസ്ക്രീം നിന്നിട്ട് 1 മണിയൊക്കെ കേട്ടോ നേരെ വീട്ടിലേക്ക് പോയപ്പോൾ ടാറ്റാ.